രാത്രിയിലെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ അല്ലു അർജുന് പിന്തുണയുമായി ആരാധകർ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പകയാണ് അറസ്റ്റിന് പിന്നിലെന്ന് വിമർശനം. ചന്ദ്രബാബു നായിഡു രേവന്ത് റെഡ്ഡി ഗൂഢാലോചനയെന്ന് YSR കോൺഗ്രസ്. MEG7 വ്യായാമ കൂട്ടായ്മയ്ക്ക് പിന്നിൽ പോപ്പുലർ ഫണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമെന്ന് CPM. മുന്നറിയിപ്പുമായി AP സമസ്തയും. മതരാഷ്ട്രവാദികളുടെ ബന്ധം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി. MEG7നെ പിന്തുണച്ച് ലീഗ്. കോൺഗ്രസിൽ ചേരാൻ നീക്കം നടത്തി PV അൻവർ. ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ KC വേണുഗോപാലുമായി ചർച്ച. അൻവറിനെ കൂട്ടുന്നതിൽ VD സതീശന് എതിർപ്പ്. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ്. തയ്യാറാക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ പുറത്തു പോകില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. 10ാം ക്ലാസ് +1 ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ പുറത്തുവിട്ട YouTube ചാനലിനെതിരെ അന്വേഷണം. തൃശൂർ പൂരം കലക്കിയതിൽ സുരേഷ് ഗോപിക്കെതിരെ മൊഴി നൽകി VS സുനിൽകുമാർ. നിയന്ത്രണമുള്ള ഭാഗത്ത് സുരേഷ് ഗോപി വന്നതിൽ ദുരൂഹതയെന്ന് സുനിൽകുമാർ. പൂരം കലക്കിയതാണെന്ന നിലപാടിൽ മാറ്റമില്ല. പ്രൈവറ്റ് ജെറ്റിൽ നടി തൃഷയ്ക്കൊപ്പം യാത്ര ചെയ്തതിന്റെ ചിത്രം ഉപയോഗിച്ച് നടൻ വിജയ്ക്കെതിരെ സൈബർ ആക്രമണം. നടന്റെ ഭാര്യയുടെ പേരുള്ള ഹാഷ്ടാഗിലൂടെയും പ്രചാരണം. പുറത്തു വന്നത് കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ചിത്രങ്ങൾ. വിജയ്ക്കെതിരെ വിമർശനവുമായി DMK. പാർലമെന്റിൽ ഇന്ന് മോദി രാഹുൽ നേർക്കുനേർ. ലോക്സഭയിലെ ഭരണഘടനാ ചർച്ചയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കും. പ്രധാനമന്ത്രിയുടെ മറുപടി വൈകിട്ട് 5-ന്. സിറിയയിൽ നിന്ന് റഷ്യൻ സേന പിൻവാങ്ങുന്നു. ഡമാസ്കസിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നു. പുഷ്പ 2 സിനിമയുടെ റിലീസിംഗിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച കേസിൽ അല്ലു അർജുൻ ജയിൽ മോചിതനായി. ഇന്നലെ രാത്രി മുഴുവൻ ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് അല്ലു അർജുൻ ജയിൽ മോചിതനായത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. സിനിമാ താരങ്ങളും സംവിധായകരും അടക്കമുള്ളവർ ഹൈദരാബാദിലെ വീട്ടിലെത്തിയ അല്ലുവിന് പിന്തുണയറിയിച്ചു. 18 മണിക്കൂർ ജയിൽവാസത്തിന് ശേഷം രാവിലെ 7 മണിയോടെയാണ് അല്ലു അർജുൻ ജയിൽ മോചിതനായത്. ഇന്നലെ വൈകിട്ട് ഇടക്കാല ജാമ്യം ലഭിച്ചെങ്കിലും ജാമ്യ ഉത്തരവ് ലഭിക്കാൻ വൈകിയതിനാൽ രാത്രിയിൽ മുഴുവൻ ജയിലിൽ തന്നെ തുടരേണ്ടി വന്നു. 7697 നമ്പറുകാരനായി ജയിൽ തറയിൽ കിടന്നുറങ്ങി സൂപ്പർ താരം. നിയമത്തിൽ വിശ്വാസമുണ്ടെന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും അല്ലു അർജുൻ പ്രതികരിച്ചു. I'm a law-abiding citizen. I respect the law and I will cooperate with them and I'll do the needful. And very importantly, I would like to give my condolences once again to the family. വീട്ടിൽ മടങ്ങിയെത്തിയ അല്ലുവിനെ ആശ്ലേഷിച്ച് ഭാര്യ സ്നേഹ റെഡ്ഡിയും മക്കളും. പിന്നാലെ അല്ലുവിന് പിന്തുണയുമായി താരനിര ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തി. പുഷ്പ 2 സംവിധായകൻ സുകുമാർ, സംവിധായകനും നടനുമായ വിജയ് ദേവരക്കൊണ്ട, റാണ ദഗുപതി തുടങ്ങിയവർ അല്ലുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അല്ലുവിൻ്റേത് അന്യായമായ അറസ്റ്റെന്ന് അഭിഭാഷകർ പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രീയ വിവാദവും തുടരുകയാണ്. അറസ്റ്റ് ആസൂത്രിതമെന്നാണ് BRSന്റെയും BJPയുടെയും നിലപാട്. ആന്ധ്ര മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയും തെലങ്കാന പോലീസിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് രംഗത്തു വന്നു. എന്നാൽ നിയമത്തിന് മുന്നിൽ സെലിബ്രിറ്റി എന്ന വ്യത്യാസമില്ലെന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നിലപാട്. ആന്ധ്രാപ്രദേശിൽ പവൻ കല്യാണിനും തമിഴ്നാട്ടിൽ വിജയ്ക്കും സമാനമായി തെലങ്കാനയിൽ അല്ലു അർജുൻ രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് അറസ്റ്റ്. എന്നാൽ രാഷ്ട്രീയ പ്രവേശനം അല്ലു അർജുന്റെ ലക്ഷ്യമല്ലെന്ന് ഒപ്പമുള്ളവർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തമിഴക വെട്രിക്കഴകം നേതാവും തമിഴ് സൂപ്പർ താരവുമായ വിജയ്ക്കെതിരെ സൈബർ ആക്രമണം. വിജയുടെ ഭാര്യയുടെ പേരിൽ ജസ്റ്റിസ് ഫോർ സംഗീത ഹാഷ്ടാഗ് വഴിയാണ് സൈബർ ആക്രമണം നടക്കുന്നത്. കീർത്തി സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വിജയും നടി തൃഷയും ഒരുമിച്ചെത്തിയതാണ് വിവാദത്തിന് തുടക്കമിട്ടത്. ഈ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. സംസ്ഥാനം കടുത്ത പ്രളയത്തിലൂടെ കടന്നു പോകുമ്പോൾ താരം വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന തിരക്കിലാണെന്ന് DMKയും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്.
കേന്ദ്ര സഹായം കാത്തിരിക്കുന്ന കേരളത്തിനോട് പണം ചോദിച്ച കേന്ദ്ര നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പാർലമെന്റിന് മുന്നിൽ പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേന്ദ്ര നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. വയനാടിനെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ വ്യോമസേന പണമാവശ്യപ്പെട്ട് കത്തയച്ചത്. വയനാട്ടിലെ ഇടപെടലിന് മാത്രമല്ല, 2006 മുതലുള്ള കുടിശ്ശികയടക്കം 132 കോടി രൂപ നൽകണമെന്നാണ് ആവശ്യം. കേന്ദ്ര സഹായം കാത്തിരിക്കുന്ന സംസ്ഥാനം ഫലത്തിൽ അങ്ങോട്ട് പണം നൽകേണ്ട ഗതികേട്. കേന്ദ്ര ഫണ്ടിൽ നിന്നും സൈന്യത്തിന് പണം നൽകണമെന്ന ആവശ്യം നിലനിൽക്കെയാണ് വ്യോമസേനയുടെ കത്ത് ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചത്. കേന്ദ്രത്തിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളത്തിനോട് കേരളത്തിൽ STRF സംഖ്യ ബാക്കിയിരിക്കുന്നുണ്ട് എന്ന് കാണിച്ച് ആ ബാക്കിയിരിക്കുന്ന സംഖ്യയുടെ 50% വീണ്ടും നിങ്ങൾക്ക് ചെലവഴിക്കാൻ STRFനോട് അനുവദിക്കുന്നു എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രക്രിയയാണ്. വിഷയം പാർലമെന്റിലും ഉന്നയിക്കപ്പെട്ടു. അവഗണന തുടർന്നതോടെ പാർലമെന്റിന് മുന്നിലേക്കായി പ്രതിഷേധം. വയനാടിന് സ്പെഷ്യൽ പാക്കേജ് എന്ന ആവശ്യം കേന്ദ്ര സർക്കാർ നിരസിക്കുകയാണെന്ന് പ്രിയങ്ക ഗാന്ധി. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കത്തയച്ചതായും പ്രിയങ്ക. डिमांड की बात नहीं है, हम कह रहे हैं कि जो राशि देनी चाहिए वो दीजिए. जो पूरा जो कैलकुलेशन है, जो वहाँ पे डेवस्टेशन हुआ है, जो नुकसान हुआ है, वो तकरीबन 2000 करोड़ का नुकसान है. लेकिन वो सरकार पे के ऊपर निर्भर है कि कितना करना चाहती है. लेकिन कुछ तो करिए, कुछ तो करिए. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യൻ ഭരണഘടനയുടെ 75 വർഷത്തെ മഹത്തായ യാത്രയെക്കുറിച്ച് ലോക്സഭയിൽ തുടരുന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസാരിക്കും. വിഷയത്തിൽ ഇന്ന് സംസാരിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുകയായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണമില്ല എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുന്ന കാര്യമാണ്. ആളുകൾ സംരക്ഷണം തേടിയെത്തിയ ആദ്യ രാജ്യം ഇന്ത്യയാണ്. പിന്നെ എന്തിനാണ് ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഇല്ല എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയല്ല ഇത് പറയുന്നത്, രാജ്യത്തിന് വേണ്ടിയാണെന്നും കിരൺ റിജിജു പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെയായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. ഇതേ വിഷയത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രാജ്യസഭയിലും ചർച്ച നടക്കും. ഇന്ന് 2 മണിക്ക് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിക്കും. CPMുമായി തെറ്റിയ നിലമ്പൂർ MLA PV അൻവർ കോൺഗ്രസിൽ ചേരാൻ നീക്കം നടത്തുകയാണ്. രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി. VD സതീശന്റെ എതിർപ്പ് നിലനിൽക്കെ രഹസ്യമായിട്ടായിരുന്നു ഡൽഹിയിൽ കൂടിക്കാഴ്ച. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. CPMിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ PV അൻവർ ഇനി എങ്ങോട്ടാണ് എന്നതിൽ അഭ്യൂഹങ്ങൾ പലതുണ്ടായിരുന്നു. ആദ്യം DMKയിലേക്ക് ചേക്കേറാൻ ശ്രമിച്ച അൻവറിന് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചതോടെ തൃണമൂൽ കോൺഗ്രസിലേക്ക് എന്ന തരത്തിലും വാർത്തകൾ വന്നു. UDFിലെത്താൻ തടസ്സമായത് VD സതീശന്റെ നിലപാടായിരുന്നു. അഴിമതി ആരോപണങ്ങൾ നിരവധിയുള്ള അൻവറിനെ ഒപ്പം ചേർക്കുന്നത് മുന്നണിയുടെ സാധ്യതകളെ ബാധിക്കുമെന്നായിരുന്നു സതീശന്റെ നിലപാട്. ഇത് LDFിലുണ്ടായിരുന്ന ആളല്ലേ, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളല്ലേ ഈ പോകുന്നത്. അല്ലല്ല, അതിനെ കുറിച്ചൊന്നും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഒരു വാതിലും തുറന്നിട്ടില്ല. ഞങ്ങൾ ആർക്കെതിരെ വാതിൽ അടച്ചിട്ടില്ല, വാതിൽ തുറന്നിട്ടില്ല. KPC പ്രസിഡന്റ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, വാതിൽ അടച്ചിട്ടില്ല, വാതിൽ തുറന്നിട്ടില്ല. അത് രാഷ്ട്രീയമാണ്. VD സതീശൻ ഇങ്ങനെ നിലപാടെടുക്കുമ്പോഴാണ് കളം മാറ്റിപ്പിടിച്ചുള്ള അൻവറിന്റെ നീക്കം. പുതിയ പാർട്ടിയുമായി മുന്നണിയിലെത്താനല്ല, മറിച്ച് കോൺഗ്രസുകാരനായി തന്നെ എത്താനാണ് അൻവറിന്റെ ശ്രമം. കഴിഞ്ഞ ദിവസം KC വേണുഗോപാലുമായി ഡൽഹിയിൽ ചർച്ച നടത്തി. രമേശ് ചെന്നിത്തലയും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ചർച്ച സ്ഥിരീകരിക്കാൻ ഇരുപക്ഷവും തയ്യാറല്ല. കോൺഗ്രസിലെത്താൻ അൻവറിന് തടസ്സമാവുന്നത് VD സതീശന്റെ എതിർപ്പ് തന്നെയാവും. മറ്റൊരു പ്രതിസന്ധി നിലമ്പൂർ സീറ്റിലുണ്ടാവുന്ന അനിശ്ചിതത്വവും. കോൺഗ്രസിന് വലിയ വേരുകളുള്ള സീറ്റ് അൻവറിനായി വിട്ടുകൊടുക്കുന്നത് രാഷ്ട്രീയ നഷ്ടമാകുമെന്ന വിലയിരുത്തൽ നേതാക്കൾക്കുണ്ട്. അൻവറിനായി നിലമ്പൂർ സീറ്റ് മാറ്റിവെച്ചാൽ പാർട്ടിയിൽ ഉണ്ടാവാനിടയുള്ള ആഭ്യന്തര പ്രശ്നവും നേതൃത്വം മുന്നിൽ കാണുന്നു. ഒറ്റയ്ക്ക് മത്സരിച്ച് മുന്നോട്ട് പോകാനാവില്ലെന്ന് അൻവറിന് നന്നായി അറിയാം. കോൺഗ്രസിലേക്ക് ചുവടുമാറ്റുക എന്നത് അൻവറിന്റെ കൂടി ആവശ്യമാണ്. എങ്കിലും നിലമ്പൂർ സീറ്റ് വിട്ടുകൊടുത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് അൻവർ തയ്യാറാകുമോ എന്നതും കണ്ടറിയണം. മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയ്, ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ളവർ നിലമ്പൂർ സീറ്റ് ഉറപ്പിക്കാൻ രംഗത്തുണ്ട്. കോൺഗ്രസിൽ സതീശൻ വിരുദ്ധചേരി ശക്തിപ്പെടുത്തുന്നതിനിടെ അൻവർ നടത്തിയ കൂടിക്കാഴ്ചയിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തുവെന്നതും ശ്രദ്ധേയമാണ്. ഒരു ഘട്ടത്തിൽ വഴിമുട്ടിയ ചർച്ചകൾക്കാണ് രമേശ് ചെന്നിത്തലയുടെ രഹസ്യ നീക്കത്തിലൂടെ ഇപ്പോൾ ജീവൻ വെച്ചിരിക്കുന്നത്. PV അൻവർ MLAയുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ്
അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ UDFന്റെ മുന്നണി വിപുലീകരണത്തിലുമൊക്കെ വലിയ ശക്തി പകരുമെന്നാണ് കേന്ദ്ര നേതൃത്വം വിശ്വസിക്കുന്നത്. MG മിഥുൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തൃശൂർ പൂരം കലക്കിയതിൽ സുരേഷ് ഗോപിക്കെതിരെ VS സുനിൽകുമാറിന്റെ മൊഴി. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് സുനിൽകുമാറിന്റെ മൊഴിയെടുത്തത്. ആളുകൾക്ക് നിയന്ത്രണമുള്ള സ്ഥലത്ത് സുരേഷ് ഗോപി എങ്ങനെ യാത്ര ചെയ്തു? CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറാകണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. പൂരം കലങ്ങിയതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ ഭാഗമായുള്ള മൊഴിയെടുക്കൽ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. കൊടകര കുഴൽപ്പണ കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അനുമതി. തിങ്കളാഴ്ച കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തും. വൈകിട്ട് 4 മണിക്കാണ് രഹസ്യമൊഴിയെടുക്കുക. രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസ് തിരൂർ സതീഷിന് കിട്ടിയിട്ടുണ്ട്. SSLC +1 ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ്. യൂട്യൂബ് ചാനലുകളിലൂടെ ചോദ്യപേപ്പർ ചോർന്നതിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, നിങ്ങൾ കാതോർത്തു നിന്ന പ്രഡിക്ഷൻ ഇതാ വന്നിരിക്കുകയായി. SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെയും +1 കണക്ക് പരീക്ഷയുടെയും ചോദ്യപേപ്പറാണ് യൂട്യൂബ് ചാനലിലൂടെ ചോർന്നത്. ചോദ്യപേപ്പർ ചോർന്ന കാര്യം വിദ്യാഭ്യാസ മന്ത്രിയും സ്ഥിരീകരിക്കുന്നു. SSLC ഇംഗ്ലീഷ് +1 ഗണിത പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, സംസ്ഥാന DGP, സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകും. അതീവ രഹസ്യ സ്വഭാവത്തോടുകൂടിയാണ് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത്. എന്നിട്ടും ചോർന്നത് ഗൗരവമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാണുന്നതെന്ന് മന്ത്രി പറയുന്നു. ട്യൂഷൻ സെന്ററുകൾ മുഖേന യൂട്യൂബ് ചാനലുകളിലേക്ക് ചോദ്യപേപ്പർ എത്തിയതാകാം എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. ഇതിന് കൂട്ടുനിന്ന വിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപകർക്കെതിരെയും കർശന നടപടിയുണ്ടാകും. ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ഇത് പുറത്തുപോകില്ല. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ വിവരങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് ശേഖരിക്കും. തുടർ നടപടികൾ തീരുമാനിക്കാൻ നാളെ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ചേരുന്നുണ്ട്. ന്യൂസ് 18, തിരുവനന്തപുരം. മലബാറിൽ അതിവേഗം പ്രചരിക്കുന്ന വ്യായാമ രീതിയായ MEG7 ചൊല്ലി വിവാദം. മുസ്ലിം മതസംഘടനകൾക്ക് പുറമെ CPM-ഉം MEG7-നെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും MEG7-ൽ പങ്കെടുക്കുന്നുണ്ടെന്നും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ അല്ലെന്നുമാണ് MEG7 അധികൃതരുടെ വിശദീകരണം. 21 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന 7 വ്യായാമമുറകൾ ചേരുന്നതാണ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അഥവാ MEG7. 12 വർഷം മുൻപ് തുടങ്ങിയ ഈ വ്യായാമ രീതി ഇപ്പോൾ വടക്കൻ കേരളത്തിൽ വ്യാപകമാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം 63 കേന്ദ്രങ്ങളുണ്ട്. വനിതകൾക്ക് മാത്രമായും യൂണിറ്റുകൾ. കൂടാതെ ദുബായ്, ബ്രൂണൈ തുടങ്ങിയ വിദേശ നാടുകളിലും പരിശീലന കേന്ദ്രങ്ങൾ. അതിർത്തി രക്ഷാസേനയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സൊലാഹുദ്ദീനാണ് സ്ഥാപകൻ. CPM-ആണ് ആദ്യമായി ഇതിനെതിരെ രംഗത്ത് വന്നത്. പിന്നിൽ പോപ്പുലർ ഫ്രണ്ടാണെന്ന് പാർട്ടിയുടെ 2 ഏരിയ സമ്മേളനങ്ങളിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹൻ മാസ്റ്റർ ആരോപിച്ചു. നമുക്ക് ഈ വാട്സ്ആപ്പ് കൂട്ടായ്മ ഇതിന്റെയൊക്കെ അഡ്മിൻ കണ്ടുപിടിച്ച് തേടി നിങ്ങളെ ജില്ലയിൽ ഒഴിക്കലേക്കാണ് എത്തിയത്. ഞങ്ങൾ എത്തിയത് അതെ. അപ്പൊ നോക്കുമ്പോ 2 ആളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ്. ഇവരെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതാരാ? ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട, പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും, ബാക്കി പിന്നെ നിങ്ങളങ്ങ് നോക്കിയാൽ മതി. ഒരു 10 പൈസ ചെലവില്ല തുറസായ സ്ഥലത്ത്, പൊതു സ്ഥലത്ത്. MEG7 പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുതെന്നുമാണ് AP സംസ്ഥാന വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. കൂട്ടായ്മയ്ക്ക് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. പൊതുസമൂഹത്തിന്റെ സ്വീകാര്യത പിടിച്ചുപറ്റുന്ന തരത്തിൽ ജനകീയമായ വിഷയങ്ങളും ജനകീയമായ പദ്ധതികളും മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുക. അതിനുശേഷമാണ് തങ്ങളുടെ മത അജണ്ട അതിലൂടെ നടപ്പാക്കുന്ന രീതി. ലീഗ് നേതാക്കളുടെ അഭിപ്രായം മറിച്ചാണ്. വിവാദം CPM അജണ്ടയെന്നാണ് ആരോപണം. ഞാൻ MEG7-ൽ പങ്കെടുക്കുന്ന ആളാണ്. 3 മാസമായി ഞാൻ എന്റെ നാട്ടിൽ MEG7 സ്ഥിരമായി പോകാറുണ്ട്. താല്പര്യം പോയാൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. സമസ്ത ഈ MEG7-എതിരെ ഒന്നും ഇതുവരെ പറഞ്ഞതായി ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ ഇത് വിവാദമാക്കുന്നതിന് പിന്നിൽ CPM-ന്റെ ഒളി അജണ്ടയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ളവരും MEG7-ന്റെ ഭാഗമാണെന്നാണ് MEG7 സംഘാടകരുടെ വിശദീകരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
പാലക്കാട് പനയമ്പാടത്ത് 4 കുട്ടികളുടെ ജീവനെടുത്ത അപകട സ്ഥലത്ത് സംയുക്ത സുരക്ഷാ പരിശോധന ഇന്ന് വൈകിട്ടാണ്. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ, സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ടാകും. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും അപകട സ്ഥലം സന്ദർശിക്കും. സംയുക്ത സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാകും റോഡിലെ വളവ് നിവർത്തണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തുടർ നടപടികൾ ഉണ്ടാവുക. അപകടങ്ങൾ ഒഴിവാക്കാൻ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിലെ അപാകത ഉടൻ പരിഹരിക്കും എന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. യൂത്ത് ലീഗ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തമിഴ്നാട്ടിൽ ശക്തമായ മഴയിൽ 4 മരണം. കനത്ത മഴയിൽ കെട്ടിടം തകർന്ന് അരിയാലൂർ, രാമനാഥപുരം ജില്ലകളിലാണ് 2 പേർ മരിച്ചത്. ശിവഗംഗ, റാണിപ്പേട്ട് ജില്ലകളിൽ 2 പേർ ഷോക്കേറ്റ് മരിച്ചു. 50 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 400 വീടുകൾ തകർന്നു. തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. തെന്മല പരപ്പ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ജലനിരപ്പ് 113 മീറ്ററായി ഉയർന്നതിനാലാണ് 3 ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വീതം തുറന്നത്. വെള്ളം കല്ലയാറ്റിലേക്ക് ഒഴുക്കുകയാണ്. ആറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ ശക്തമാണ്. ഹൈക്കോടതിക്ക് സമീപം മംഗളവനത്തിൽ മൃതദേഹം കണ്ടെത്തി. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ ഗേറ്റിന്റെ കമ്പിയിൽ കോർത്ത നിലയിലാണ് തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹം നഗ്നമായ നിലയിൽ കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി കെട്ടിടത്തിന്റെ ഗേറ്റ് ചാടിക്കടക്കുന്നതിനിടെ കമ്പി കുത്തിക്കയറിയാണ് മരണം. മലദ്വാരത്തിലും തുടയിലും കമ്പി കുത്തിക്കയറിയ നിലയിലാണ്. ഇയാൾ ധരിച്ചിരുന്ന പാന്റ് സമീപത്തു നിന്നും കണ്ടെത്തി. മംഗളവനത്തിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം തമിഴ്നാട് സ്വദേശിയുടേതാണെന്നാണ് സൂചന. ശരീരത്തിൽ മറ്റു പരിക്കുകളില്ലെന്നും പോലീസ് പറയുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഒരു അൺനാച്ചുറൽ ഡെത്തിനായിട്ട് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ നടക്കാൻ പോയ നാട്ടുകാരാണ് മൃതദേഹം കണ്ടതും പോലീസിനെ അറിയിച്ചതും. മംഗളവനത്തിന്റെ ഭാഗത്ത് സുരക്ഷയ്ക്ക് ആളുകളുണ്ടെങ്കിലും രാത്രിയായാൽ ഇവിടെ ഗേറ്റ് അടയ്ക്കും. അതിനാൽ സന്ദർശകർക്ക് പ്രവേശനമില്ല. ഈ ഭാഗത്ത് CCTV ക്യാമറകളുമില്ല. എങ്ങനെയാണ് ഇയാൾ ഇവിടേക്ക് എത്തിയതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ യുവതിക്ക് മരുന്ന് മാറി നൽകി. കളമശ്ശേരി സ്വദേശി അനാമിക ഡോക്ടർക്കും എക്സ്റേ വിഭാഗത്തിനുമെതിരെ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. എക്സ്റേ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ മറ്റൊരാളുടേതാണെന്ന് മനസ്സിലായി. കടുത്ത നടുവേദനയെ തുടർന്നാണ് അനാമിക ഈ മാസം 12-ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. എക്സ്റേ എടുക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഡോക്ടർ പ്രായാധിക്യം മൂലമുള്ള തേയ്മാനമുണ്ടെന്ന് പറഞ്ഞു. 3 ഗുളികകൾ എഴുതി നൽകി. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഡോക്ടർ പരിശോധിച്ചത് 61-കാരി ലതികയുടെ എക്സ്റേ റിപ്പോർട്ടാണെന്ന് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം എനിക്ക് മാറി കിട്ടിയത് മറ്റൊരു എന്നെക്കാളും ഇരട്ടിയോളം പ്രായമുള്ള ഒരാളുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് വെച്ചിട്ടാണ് എനിക്കൊരു മെഡിസിൻ തന്നെ. ഇപ്പോൾ ഇന്നലെ പോയപ്പോഴും അവിടെയുള്ള ഡ്യൂട്ടിയിൽ കാഷ്വാലിറ്റി ഉണ്ടായ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, സെയിം മെഡിസിൻ തന്നതുപോലും വലിയ വ്യത്യാസമൊന്നുമില്ല, ഇത് കഴിച്ചാലും മതി, അല്ല ഏത് വേണേലും കഴിക്കാന്നൊക്കെ. മരുന്ന് മാറി നൽകിയതിനെതിരെ റേഡിയോളജിസ്റ്റിനും ഡോക്ടർക്കുമെതിരെ ആരോഗ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. തിരക്കിനിടയിൽ എക്സ്റേ റിപ്പോർട്ട് മാറിപ്പോയെന്ന വിശദീകരണമാണ് റേഡിയോളജിസ്റ്റ് നൽകിയതെന്നാണ് അനാമികയുടെ സഹോദരൻ പറയുന്നത്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിട്ട് പറഞ്ഞത് അബദ്ധം പറ്റിപ്പോയി. പക്ഷെ അങ്ങനെ അബദ്ധം പറ്റരുതല്ലോ. പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായി കളമശ്ശേരി മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. ഡൽഹിയിലേക്കുള്ള കർഷക മാർച്ചിൽ സംഘർഷം. ഉച്ചയ്ക്ക് 12 മണിയോടെ മാർച്ച് തുടങ്ങിയപ്പോൾ കർഷകരെ പിരിച്ചുവിടുന്നതിനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നതിനാൽ കർഷകരുടെ സമരം കുറച്ചു കാലത്തേക്ക് മാറ്റിവെക്കണമെന്ന് ഹരിയാന മന്ത്രി അനിൽ വിജ് ആവശ്യപ്പെട്ടു. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പിന്നോട്ടില്ലെന്ന് കർഷക നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കർഷകർക്ക് ഡൽഹിയിൽ പോകാൻ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് വിടൂ എന്ന് പോലീസ് അറിയിച്ചു. ശംഭു അതിർത്തിയിലെ കർഷക സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ് നേതാവും ഗുസ്തി താരവുമായ ബജ്റംഗ് പൂനിയ രംഗത്തെത്തി. ജാതിക്കതീതമായി ഉയരണമെന്നും കർഷകർക്ക് പിന്തുണ നൽകണമെന്നും കർണാലിലെത്തിയ ബജ്റംഗ് പൂനിയ ആവശ്യപ്പെട്ടു. കർഷക സമരത്തിന്റെ ഭാഗമായി നിരാഹാരം അനുഷ്ഠിക്കുന്ന ജഗ്ജീത് സിംഗ് ദല്ലേവാളിന്റെ നില വഷളായി തുടരുകയാണ്. ഡോക്ടർമാരുടെ സംഘം
മഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽസ്യം എന്നിവയുടെ കുറവുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അണുബാധയുണ്ടാകാനുള്ള സാധ്യതയും കൂടിയിട്ടുണ്ട്. ദല്ലേവാളിന് അടിയന്തര ചികിത്സ ആവശ്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുസമാധാനം നിലനിർത്തുന്നതിനായി അംബാല ജില്ലയിലെ 12 ഗ്രാമങ്ങളിൽ മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, ബൾക്ക് SMS സേവനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഉത്തരവ് ഡിസംബർ 17 വരെ നിലനിൽക്കുമെന്ന് അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി സുമിത മിശ്ര പുറത്തിറക്കിയ ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നുമുണ്ട്. തമിഴ്നാട് മുൻ PCC പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായിരുന്ന EVKS ഇളങ്കോവൻ അന്തരിച്ചു. EVKS ഇളങ്കോവന്റെ അന്ത്യം ചെന്നൈയിലായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 74 വയസ്സായിരുന്നു. ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയ ഇളങ്കോവൻ 1ാം UPA സർക്കാരിൽ ടെക്സ്റ്റൈൽസ് വകുപ്പ് സഹമന്ത്രിയായിരുന്നു. ഇളങ്കോവന്റെ നിര്യാണത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയവർ അനുശോചിച്ചു. സിറിയയിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് റഷ്യൻ സേന പിൻവാങ്ങുന്നു. അതിനിടെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇറാഖിലെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുദാനിയുമായി കൂടിക്കാഴ്ച നടത്തി. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ്. സിറിയയിലെ സൈനിക താവളത്തിൽ നിന്നും ആയുധങ്ങളും ഉപകരണങ്ങളും പൊതിഞ്ഞുകിട്ടുകയാണ് റഷ്യൻ സൈന്യം. പൂർണ്ണ പിന്മാറ്റം ഉണ്ടാകുമെന്നാണ് സൂചന. ബഷാർ അൽ അസദിനെ അട്ടിമറിച്ചതിന് ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്കായി സിറിയയിലുടനീളമുള്ള നഗരങ്ങളിൽ ആഹ്ലാദഭരിതരായ ജനക്കൂട്ടം തടിച്ചുകൂടി. സിറിയയുടെ സാഹചര്യം സൂക്ഷ്മമായി വിലയിരുത്തുകയാണ് അമേരിക്ക. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇറാഖിലെത്തി. സിറിയയിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്താണ് സന്ദർശനം. പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുദാനിയുമായി കൂടിക്കാഴ്ച നടത്തി. സിറിയ ഭീകരവാദത്തിന്റെ വേദിയായി മാറരുത് എന്ന് ബ്ലിങ്കൻ ആവശ്യപ്പെട്ടു. ഇറാഖിന്റെ സുരക്ഷ, സ്ഥിരത, പരമാധികാരം എന്നിവയ്ക്കുള്ള US-ന്റെ പ്രതിബദ്ധത സ്റ്റേറ്റ് സെക്രട്ടറി അറിയിച്ചു. ബഷാർ അൽ അസദ് അധികാരത്തിലിരിക്കെ തടവിലാക്കപ്പെട്ട അമേരിക്കൻ പൗരനായ ട്രാവിസ് ടിമർമാനെ ജോർദാനിൽ എത്തിച്ചു. ജയിൽ മോചിതനായ ശേഷം അലഞ്ഞു നടക്കുകയായിരുന്ന ട്രാവിസിനെ കണ്ടെത്തിയ വിമതസേന തെക്കുകിഴക്കൻ സിറിയയിലെ ഒരു താവളത്തിലെത്തിച്ചാണ് അമേരിക്കയ്ക്ക് കൈമാറിയത്. സിറിയയുടെ തെക്കുപടിഞ്ഞാറ് ഭാഗത്തുള്ള സ്വീദ നഗരത്തിലും ഡമാസ്കസിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. സിറിയയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി US സെൻട്രൽ കമാൻഡ് ചീഫ് ജനറൽ മൈക്കൽ കുറില ഇസ്രായേൽ സന്ദർശിച്ചു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി, സൈനിക മേധാവി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിക്കുക. കഴിഞ്ഞ ദിവസമാണ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. പ്രതിപക്ഷ കക്ഷികൾ എതിർപ്പ് തുടരുന്നതിനാൽ JPCക്ക് ബിൽ വിടാനാണ് സാധ്യത. ഭരണഘടനാ ഭേദഗതി ആവശ്യമായതിനാൽ ബിൽ പാസാക്കാൻ 2/3 ഭൂരിപക്ഷം വേണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ ഓപ്പൺ ഐയിലെ മുൻ ജീവനക്കാരനായ ഇന്ത്യക്കാരൻ മരിച്ചതിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു. ഓപ്പൺ AIയിലെ മുൻ ഗവേഷകനായ സുജിർ ബാലാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നവംബർ 26-നാണ് സാൻ ഫ്രാൻസിസ്കോയിലെ വീട്ടിൽ മൃതദേഹം കണ്ടെത്തിയത്. ഓപ്പൺ AI ഗുരുതരമായ പകർപ്പവകാശ ലംഘനങ്ങൾ നടത്തുന്നതായി കമ്പനിയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെ ബാലാജി ആരോപിച്ചിരുന്നു. ബാലാജിയുടെ ആരോപണത്തിന് പിന്നാലെ നിരവധി പേർ ഓപ്പൺ AIക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. BJPയിൽ ചേർന്ന CPM മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ പോലീസിൽ പരാതി നൽകും CPM. 4,80,000 രൂപ മധു മുല്ലശ്ശേരി തിരിച്ചടയ്ക്കാനുണ്ട്. ലോക്കൽ സെക്രട്ടറിമാർ പിരിച്ചെടുത്ത് നൽകിയ പണമാണ് ഇത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി V. ജോയി അറിയിച്ചു. പൈസ തിരിച്ചു തന്നിട്ടില്ല. ഏതാണ്ടൊരു 5 ലക്ഷം രൂപയോളം, 4,80,000 രൂപയോളം തരാനുണ്ട്. അത് തരുന്നില്ല. ഇപ്പോൾ അത് ലോക്കൽ സെക്രട്ടറിമാർ പിരിച്ചു കൊടുത്ത പൈസയാണ്. അതാത് ലോക്കൽ വരുന്ന പ്രദേശങ്ങളിൽ പോലീസിനോട് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കേസെടുക്കണം എന്നൊരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. പാവപ്പെട്ട സഖാക്കൾ പിരിച്ചെടുത്ത പൈസയാണ്. അത് കൊണ്ടുപോകുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു കേസിന്റെ ഭാഗമായിട്ട് പോകണമെന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. ശബരിമലയിൽ ഭക്തൻ കുഴഞ്ഞു വീണു മരിച്ചു. തൃശൂർ ചിയാരം സ്വദേശി രാജൻ CM ആണ് മരിച്ചത്. മല കയറുമ്പോൾ അപ്പാച്ചിമേട്ടിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം.
ശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിലും ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. ഉച്ചയ്ക്ക് 12 മണിവരെ 43,629 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇന്നലെ 83,520 തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തിയത്. ഇന്ന് രാവിലെ മഴ ശക്തമായിരുന്നു. മഴ കണക്കിലെടുത്ത് കാനനപാത വഴി തീർത്ഥാടകരെ കടത്തിവിടുന്നില്ല ഇപ്പോൾ. റൂബിക്സ് ക്യൂബ് എടുത്ത് നിമിഷം നേരം കൊണ്ട് അത്ഭുതം കാട്ടുന്ന കുരുന്നുകളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്നലെ അങ്ങനെ ഒരു കരവിരുത് ശബരിമല സന്നിധാനത്ത് കാണാൻ കഴിഞ്ഞു. 6ാം ക്ലാസ്സുകാരനും 1ാം ക്ലാസ്സുകാരനുമാണ് സന്നിധാനത്തെത്തിയവരെ അത്ഭുതപ്പെടുത്തിയത്. ഈ ചേട്ടനും അനിയനും ഇങ്ങനെ അടുക്കി തുടങ്ങുന്നത് കണ്ടപ്പോൾ എവിടെ എത്തുമെന്ന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. റുബിക്സ് ക്യൂബിൽ ഒരു അയ്യപ്പൻ തന്നെ തെളിഞ്ഞു വന്നു. $504 റുബിക്സ് ക്യൂബ് ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ടാണ് അഭിനവ് കൃഷ്ണയും അദ്വൈത് കൃഷ്ണയും അയ്യപ്പനെ സൃഷ്ടിച്ചത്. അമ്മ പഠിപ്പിച്ച തന്ത്രങ്ങൾ ഒട്ടും പാഴാക്കാതെ ഇരുവരും സന്നിധാനത്തും കാഴ്ചവെച്ചു. നേരത്തെ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒക്കെ ഇങ്ങനെ റുബിക്സ് ക്യൂബിൽ ഇവർ സൃഷ്ടിച്ചിട്ടുണ്ട്. ADGP S. ശ്രീജിത്ത് അടക്കമുള്ളവരും കുഞ്ഞയ്യപ്പന്മാരുടെ കരവിരുത് കാണാൻ വലിയ നടപ്പന്തലിലെ വേദിയിലെത്തിയിരുന്നു. കുഞ്ഞുമക്കൾ ഭഗവാനെ അവരുടെ കഴിവിലൂടെ പ്രത്യക്ഷരാക്കിയിരിക്കുകയാണ്. എന്താ പറയേണ്ടതെന്നറിയില്ല. വളരെ കഴിവുള്ള 2 കുഞ്ഞുങ്ങൾ, ഭാഗ്യം ചെയ്ത മാതാപിതാക്കളായ അച്ഛനൂടെ ഉണ്ട്, ബിജു. ഇത് അദ്വൈതും അഭിനവും. ഇവരിവിടെ വന്നത് ചെയ്യുന്ന പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമൊന്നും ഒന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. പക്ഷെ അവരുടെ ആ മനസ്സിലുള്ള ആ ഭഗവാന്റെ രൂപം അതുപോലെ അവർക്ക് കൊത്തിവെക്കാൻ ഈ ക്യൂബ് വഴി സാധിച്ചു. കാത്തുനിന്ന ഭക്തരെ എല്ലാവരെയും അമ്പരപ്പിച്ച് ഇരുവരും ഒടുവിൽ മലയിറങ്ങി. അരുൺ പാലോടിനൊപ്പം G. ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച എറണാകുളം മാർക്കറ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 72 കോടി രൂപ ചെലവിൽ 4 നിലകളിലായാണ് മാർക്കറ്റ് പൂർത്തീകരിച്ചത്. വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് എറണാകുളം മാർക്കറ്റിനും. അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടിയ പഴയ മാർക്കറ്റിനെ പൊളിച്ചു നീക്കി കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള 1.5 ഏക്കറോളം സ്ഥലത്ത് കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ കൂടി സഹായത്തോടെയാണ് നിർമ്മാണം നടത്തിയത്. ശൗചാലയങ്ങൾ, അഗ്നിസുരക്ഷാ ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്യാമറകൾ, മഴവെള്ള സംഭരണി, ജലവിതരണത്തിനു വേണ്ടി 30,000 ലിറ്റർ ശേഷിയുള്ള ജല ടാങ്ക്, കാർ പാർക്കിംഗ്, റാമ്പ് സൗകര്യം, മാലിന്യ സംസ്കരണ സംവിധാനം എന്നിവയെല്ലാം പുതിയ കെട്ടിടത്തിലെ സവിശേഷതകളാണ്. പുതിയ സൗകര്യങ്ങളിൽ വ്യാപാരികളും സന്തുഷ്ടർ. ഏതാണ്ട് 40 വർഷത്തോളമായി നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മേയർ ശ്രീ K. ബാലചന്ദ്രൻ മേയറായിരുന്ന കാലത്ത് ആരംഭിച്ചതാണ് എറണാകുളം മാർക്കറ്റിൻ്റെ പുനർനിർമ്മാണം. പക്ഷേ 40 വർഷത്തിന് ശേഷമാണ് അത് യാഥാർത്ഥ്യമായത്. ഈ കൊച്ചി നിവാസികളുടെയും എറണാകുളത്തെ വ്യാപാര സമൂഹത്തിൻ്റെയും ഒരു ചിരകാല സ്വപ്നമാണ് ഇപ്പോൾ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. നല്ല സന്തോഷത്തിൽ ഞങ്ങൾ 213 മാർക്കറ്റിലെ കടക്കാരും എല്ലാവിധ കച്ചവടം, ഞാൻ വർഷങ്ങളായിട്ട് വാഴയിലെ കച്ചവടം ചെയ്യുന്നതിന് ടോയ്ലറ്റിൻ്റെ മൊത്തം ലിഫ്റ്റും റാപ്പും എല്ലാം ഉണ്ടായിട്ട് ഒരു ദൈവം അനുകരിച്ച് ഭയങ്കര എല്ലാവർക്കും ഞങ്ങളുടെയൊക്കെ കുറേ സൗകര്യങ്ങൾ കുറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള ഒരു പുതിയ സ്ഥലത്തും ഇത് വന്ന ദൈവത്തിനാണ് നന്ദി പറയുന്നത്. ആകെ 275 കടമുറികളാണ് ഇവിടെയുള്ളത്. 25 കോടിയോളം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മൾട്ടി ലെവൽ പാർക്കിങ്ങിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി ചടങ്ങിൽ നിർവഹിക്കും. ന്യൂസ് 18 കൊച്ചി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,140, പവന് 57,120. 18 ക്യാരറ്റ് ഗ്രാമിന് 5,895, പവന് 47,160. വെള്ളി ഗ്രാമിന് 97, കിലോയ്ക്ക് 97,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഭവ്യ പാർവതി ചേരും.